അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവമായിട്ടാണ് മഡ് ചിക്കനാണ്. മഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മണ്ണിൽ പൊതിഞ്ഞ ചിക്കൻ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാല നമുക്ക് ഉണ്ടാക്കാം. ആ മസാലയ്ക്ക് ആദ്യമായിട്ട് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ നമ്മൾ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ അമ്മിയിൽ അരച്ചെടുത്തതാണ്. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കണം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, പെപ്പർ, അതേപോലെ തന്നെ മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ, ചിക്കൻ മസാല ഒരു 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, അതേപോലെ തന്നെ ഗരം മസാല ഒരു ടീസ്പൂൺ, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. നമുക്കിതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്കിതിലേക്ക് ഒരു 2 കട്ട നല്ല കട്ട തൈര് നമുക്കൊരു 2 ടീസ്പൂൺ ചേർക്കാം. അത്യാവശ്യം കട്ടയാണെന്ന് വെച്ചാൽ നമുക്കിത് മിക്സ് ചെയ്യാൻ നല്ല രസമായിരിക്കും, ചെറിയൊരു പുളിപ്പ് കിട്ടും. അപ്പോൾ 2 ടീസ്പൂൺ തൈര് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്കിതിലേക്ക് ഒരു അല്പം കോൺഫ്ലവർ ചേർക്കാം. കോൺഫ്ലവർ എന്തിനാണ് ചേർക്കുന്നത് വെച്ചാൽ നമുക്കൊരു പുറം ഭാഗം ഒന്ന് ക്രിസ്പിന് വേണ്ടിയിട്ടാണ്, ക്രിസ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഒരു അല്പം സോയ സോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു കളർ നമുക്ക് കിട്ടും. അപ്പോൾ അതൊരല്പം ഒരല്പം അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഭവത്തിന് ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ മസാലയിൽ ഒരു കോഴിമുട്ട നമ്മൾ പൊടിച്ച് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഭവത്തിന് വേണ്ടി നമ്മളൊരു ആവറേജ് ചിക്കനാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഇതൊരു 2.5 കിലോ ചിക്കനുണ്ട്. നമ്മൾ ഈ ചിക്കൻ്റെ ഉള്ളിൽ കുറച്ച് അത്യാവശ്യം റൈസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുള്ളൊരു ഐഡിയ കൂടിയുണ്ട്. നമുക്കിത് എങ്ങനെയാവുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്തത് മസാല സെക്ഷനിലേക്ക് കിടക്കാം. അതിന് മുന്നേ നമുക്ക് നമ്മുടെ വാങ്ങിയ ചിക്കൻ നമുക്ക് ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കുക. വളരെ ചെറുതായിട്ട് ഗ്യാപ്പ് വിട്ടിട്ട്, കാരണം എന്തിനാന്ന് വെച്ചാൽ മസാല നന്നായിട്ട് എല്ലായിടത്തും പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് കീറി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ നന്നായിട്ട് അത്യാവശ്യം ഗ്യാപ്പ് വിട്ടിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. പുറം ഭാഗവും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ കീറിയ അതിലൊക്കെ നന്നായിട്ട് പിടിപ്പിക്കണം. ഈ ഗ്യാപ്പിലൊക്കെ നന്നായിട്ട് പിടിപ്പിക്കുക മസാല. അപ്പോൾ നമ്മൾ മസാല ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മളിതിൽ ചെറുതായിട്ട് റൈസും പിന്നെ ഒരു ചെറിയ പുഴുങ്ങിയ കോഴിമുട്ടയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് മസാല പിടിക്കണം. അപ്പോൾ നന്നായിട്ട് കൈ ഉള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കണം ഉള്ളിലൊക്കെ, കാരണം 4 പുറവും നന്നായിട്ട് മസാല പിടിക്കണം. അപ്പോൾ നമ്മുടെ മഡ് ചിക്കൻ ഉണ്ടാക്കാനുള്ള വിറക് നമുക്കിത് കത്തിക്കണം. അപ്പോൾ ചെറിയ വിറക് കൊണ്ട് ആദ്യം കത്തിച്ചിട്ട് വേണം അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മളിതൊന്ന് കത്തിക്കാൻ വേണ്ടി നോക്കുകയാണ്, കാരണം നമ്മുടെ മഡ് ചിക്കന് വേണ്ടി നമുക്കിതൊന്ന് നന്നായിട്ട് ചൂടാക്കണം. അപ്പോൾ വിറകുകൾ നല്ല കനലിൽ വേണം ഇത് ചെയ്യാൻ, കാരണം മണ്ണുകൊണ്ട് പൊതിഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് കത്തിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഭവത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വെറുതെ കിട്ടുന്ന മണ്ണ്. അപ്പോൾ മണ്ണ് ഒരുപാട് നമ്മുടെ വീടിൻ്റെ ബാക്കിലുണ്ട്. കളിമണ്ണ് വേണമെന്ന് പറയാം. നമ്മുടെ വീടിൻ്റെ നാട്ടുപ്രദേശങ്ങളിൽ കാണുന്നതൊക്കെ ഏകദേശം കളിമണ്ണിനോട് സാമ്യമുള്ളൊരു മണ്ണ് തന്നെയാണ്. കാരണം ഇതിൽ വലിയ തരികൾ പാടില്ല. നമ്മൾ ചെറിയ തരികൾ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിഷിലേക്ക് ആവശ്യമായ മണ്ണ് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം മല്ലിയില, അതുപോലെ തന്നെ 2 മുളക് ചെറുതായിട്ട് കീറിയിട്ടുണ്ട്. അപ്പോൾ ഒരല്പം ക്യാരറ്റ്, അതുപോലെ തന്നെ വേവിച്ച കോഴിമുട്ട, ഒരല്പം ചോറ് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടിത് ഇതാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ചോറും അതേപോലെ തന്നെ ഒരു കോഴിമുട്ടയൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എങ്ങനെ ഉണ്ടാവും അറിയില്ല ടേസ്റ്റ്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. വളരെ പതുക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കൈ കൊണ്ട് നന്നായിട്ട് നിറച്ച് കൊടുക്കുക, ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ മുറിച്ച് വെച്ച ഇല നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം, ഒന്ന് വാട്ടിയെടുക്കാം.
വാട്ടിയെടുത്താലേ കെട്ടുമ്പോൾ അത് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ നമുക്ക് നമ്മുടെ വാട്ടിയ വാഴയുടെ ഇടയിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ മസാല പറ്റാൻ ഉപയോഗിച്ച അതേ വാഴ നമ്മൾ വാട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്തുകൊണ്ട് കെട്ടുക. 2 വാഴയുടെ ഇലയുണ്ട്. അപ്പോൾ നമുക്കത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടാം. അപ്പോൾ നമ്മൾ വാഴയുടെ ഇല കൊണ്ട് പൊതിഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് ഈ അലുമിനിയം ഫോയിൽ കൊണ്ട് പൊതിയണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നന്നായിട്ട് ചൂട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് നമുക്കിത് എടുക്കണം. അപ്പോൾ നമ്മൾ അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മണ്ണ്, മെയിൻ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയ നമുക്ക് മണ്ണ് കൊണ്ട് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് നമുക്ക് പൊതിയണം. അപ്പോൾ മണ്ണ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി അത് വെള്ളമാക്കിയിട്ട് നന്നായിട്ട് കൈ കൊണ്ട് കുഴയ്ക്കുക. കുഴച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ ഭാഗത്ത് നമുക്ക് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷനാണ് മണ്ണ് കൊണ്ട് ചിക്കൻ പൊതിയുക എന്നുള്ളത്. ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ളൊരു ഡിഷ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അറിയില്ല എങ്ങനെയാണ് വരിക എന്നുള്ളത്. എന്തായാലും നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മുകളിൽ മണ്ണ് പറ്റിയിട്ടുണ്ട്. നമുക്കിത് നമ്മൾ വിറക് കത്തിച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അതിലേക്ക് നമുക്ക് വെക്കാം. വളരെ സൂക്ഷിച്ച് വേണം എടുക്കാൻ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെക്കാൻ പോവുകയാണ്. നല്ല ചൂടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണം വെക്കാൻ. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ വിജയകരമായിട്ട് നമ്മൾ ആ സെക്ഷൻ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇത് കത്തിക്കാം. അപ്പോൾ നമ്മളിത് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം നന്നായിട്ട് ചൂടാക്കണം. മുകൾ ഭാഗമൊക്കെ ഒന്ന് കത്തിക്കുക. അപ്പോൾ ആദ്യം ചെറിയ ചുള്ളലുകൾ നന്നായിട്ട് വെക്കുക. പിന്നെ അതിന് ശേഷം കത്തിയതിന് ശേഷം നമുക്ക് വലിയ വിറകെടുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ മഡ് ചിക്കൻ നമ്മൾ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് വേണം. ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം നമുക്കിത് കത്തിക്കണം. അപ്പോൾ കത്തിച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. എങ്ങനെ ഉണ്ടാവും അറിയില്ല. നമുക്ക് നോക്കി നോക്കാം. ഇതൊരു എക്സ്പെരിമെൻറ്റ് മാത്രമാണ്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മഡ് ചിക്കൻ ഏകദേശം 2 മണിക്കൂറോളം നമ്മൾ നല്ല വേവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വിറക് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മണ്ണൊക്കെ ഇളകി പോയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് മാറ്റാം. ഇത് കാരണം എന്ന് വെച്ചാൽ നല്ല വെയിറ്റുള്ളതുകൊണ്ട് നമുക്കത് ഉന്തിയിട്ടേ മാറ്റാൻ പറ്റുള്ളൂ. ഇനി കൈകൊണ്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഭവമായ മഡ് ചിക്കൻ, അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വളരെ വ്യത്യസ്തമായിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലാണ് ചെയ്തത്. കാരണം അങ്ങനെയൊരു പ്രത്യേക സ്ഥലമൊന്നും ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കണ്ട ഈ വീഡിയോ കണ്ടറിയാം. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇതൊരു എക്സ്പെരിമെൻറ്റ് മാത്രമാണ്. എങ്ങനെയാവുമെന്ന് നമുക്കറിയില്ല. നമുക്ക് നോക്കാം. ഞങ്ങൾ ആ ഒരു അലുമിനിയം ഫോയിൽ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. അത് എത്രത്തോളം വെന്തിട്ടുണ്ട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നമുക്ക് നോക്കാം. ഇത് നല്ല ചൂടുണ്ട്. നല്ല ചൂട്. നമുക്ക് കൈ അതിലേക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. നമ്മൾ വാഴയുടെ ഇലയിലാണ് നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്താക്കണേ. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ മറ്റേ അലുമിനിയം ഫോയിൽ നമ്മൾ തുറന്നുണ്ട്. അപ്പോൾ നല്ല അസാധ്യ മണമാണ് വരുന്നത്. സീരിയസ്ലി ഇത് വെറുതെ പറയുന്നതല്ല. നല്ല മണം. ആ മസാലയുടെ മണം കറക്റ്റായിട്ട് നമ്മുടെ മൂക്കിലേക്ക് അടിക്കുന്നുണ്ട്. ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ടോയെന്ന് സംശയമുണ്ട്. ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു നല്ലൊരു സ്മെല്ലും ആ മസാലയുടെ മണമൊക്കെ മൂക്കിലേക്ക് ഭയങ്കരമായിട്ട് അടിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാം. ഓക്കെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മഡ് ചിക്കൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ റെസിപ്പി യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല മസാലയുടെ സ്മെല്ല് വരുന്നുണ്ട്. ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം. നന്നായിട്ടുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മൾ വീഡിയോ ചെയ്തിട്ട് നമ്മൾ കഴിച്ചിട്ട് പറയുന്ന കാര്യമല്ല. വളരെ നന്നായിട്ടുണ്ട്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ മറ്റേ കല്യാണത്തിന് നിലവിളക്ക് കുടിച്ച് വരുന്ന പോലുള്ള ഞാൻ